ഹായ് ഫ്രണ്ട്സ്, സൂഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സേമിയ ഉപ്പുമാവാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ പച്ചക്കറി കൂട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയയും കുറച്ചൊന്ന് ഈ പച്ചക്കറി കിടന്ന് ഒന്ന് വഴന്ന് വരണം. അതിനുശേഷമാണ് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് അത് വേവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് എല്ലാ വീട്ടമ്മമാർക്കും അറിയാം. എല്ലാ വീട്ടമ്മമാർക്കും പാചകത്തെക്കുറിച്ച് ഓരോ ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ അനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ അവരവരുടെ സ്റ്റൈൽ വ്യത്യസ്തമല്ലേ, അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾ സാധനങ്ങളൊന്നും ചേർക്കണമെന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തോളൂ. പച്ചക്കറി കൂട്ടി തന്നെ ഇപ്പം ഞാൻ ക്യാരറ്റും ബീൻസും മാത്രമേ ചേർത്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണോ നിങ്ങൾക്ക് ചേർക്കാം. കടുക് താളിക്കുമ്പം പോലും നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഐറ്റംസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതെല്ലാം ഓരോ വീട്ടമ്മമാർക്ക് ഓരോ ഐഡിയ ഉണ്ട്, അവരതനുസരിച്ച് ചെയ്തു. എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ ഞാനും അങ്ങനെ തന്നെയാണ്. യൂട്യൂബിൽ നോക്കിയാലും ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്യുക. അതിനുശേഷം നമുക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളം ചൂടായിരിക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്നത് വെന്ത് കിട്ടും. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അത് ഒരുമാതിരി കുതിർന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ഒരു 2-3 മിനിറ്റ് വേകാനുള്ള ടൈം കൊടുക്കും. പാനായതുകൊണ്ട് വെള്ളം കുറച്ച് മതി, വെള്ളം പതിയെ വറ്റത്തുള്ളൂ. അലുമിനിയം പാത്രമാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അത് കുറച്ച് മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. 2-3 മിനിറ്റിനകത്ത് തന്നെ ഇതങ്ങ് ട്രൈ ആയി. കാരണം വറുത്ത സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് ഉപ്പുമാവ് ആയിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.